എന്നാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു നോമ്പർപ്പിക്കലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവും ഇതിന്റെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് നോമ്പർപ്പിക്കലല്ലേ, എല്ലാവരും ഉള്ള നോമ്പർപ്പിക്കൽ, കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും നോമ്പറിനൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുട്ടികളായിട്ടൊരു മീറ്റിംഗ് കൂടി. കുട്ടികളോട് ഗോസിപ്പ് പറഞ്ഞിരിക്കാൻ വേറൊരു രസമാണ്. ഇവരെന്നെ കാണുന്ന ഇവരെ കൂട്ടത്തിലുള്ള ഒരു സെയിം ഏജ് ഉള്ള ഒരാളോട് ഓരോ കാര്യങ്ങൾ ഷെയർ ആക്കുക. ഞാനും അങ്ങനെ കേട്ടോ, കുട്ടികളെ കൂടെ കൂടുമ്പോൾ കുട്ടികളാവും, വലിയ ആൾക്കാരെ കൂടുമ്പോൾ വലിയ ആൾക്കാർ വൈബാവും. അങ്ങനെ കുട്ടികളെ കൂടെ ഇരിക്കുമ്പോൾ എന്താണെന്ന് ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യൂല. ഓരോരു മെന്റാലിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളവിടെ പറയുകയും ചെയ്യുള്ളൂ. ഇവരോട് എന്തൊക്കെയൊക്കെ തള്ളി മറിച്ചിട്ട് ഓരോതൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മ ഒന്നും എൻ്റെ അമ്മാൻ്റെതായിട്ടുള്ള രീതിയിൽ ഓരോട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഇവരോടൊക്കെ ടാറ്റാ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ബാക്കി കുറേ ആൾക്കാർ വീണ്ടും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പപ്പ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മസാല പൈനാപ്പിൾ അയച്ചു, ഭയങ്കര എരിവ്, സ്വർഗ്ഗം കണ്ട് ഞാൻ തിരിച്ച് ഭൂമിയിലെത്തിയൊരു ഫീലിംഗ്. ഓൾറെഡി എൻ്റെ കമ്പിട്ട കാരണം വായൊക്കെ മുറിയിക്കണം. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.